വയനാട്ടിൽ ഇപ്പോൾ സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ND അപ്പച്ചനെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്ററുകൾ. ഒപ്പം ടി സിദ്ദിഖിനെതിരെയും പോസ്റ്ററിൽ പരാമർശങ്ങളുണ്ട്. DCC യോഗത്തിൽ അംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കവുമുണ്ടായിരുന്നു. നമുക്ക് തുടരാവുന്നതാണ്. ചുരുക്കത്തിൽ കാര്യങ്ങൾ ഒരു പൊട്ടിത്തെറിയിലേക്കാണോ പോകുന്നത് വയനാട്ടിൽ? ദീപക, കേൾക്കാൻ കഴിയുമെങ്കിൽ കൊലയാളി സംഘത്തെ പുറത്താക്കൂ എന്നൊക്കെ പറഞ്ഞ് സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പോസ്റ്ററുകൾ, പാർട്ടിക്കുള്ളിലുള്ള പൊട്ടിത്തെറി ഇപ്പോൾ നിയന്ത്രണം വിട്ടിരിക്കുന്നു, അത് പുറത്തേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയല്ലേ? തീർച്ചയായും അരുൺകുമാർ, ഈ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയെ തുടർന്ന് വലിയ വിവാദങ്ങൾക്കും ഒപ്പം വലിയ പ്രതിരോധത്തിലേക്കുമൊക്കെ വയനാട്ടിൽ കോൺഗ്രസ് നേതൃത്വം പോയിരുന്നു. അതിനിടയിലാണ് കൽപ്പറ്റ DCC ഓഫീസായ രാജീവ് ഭവനിൽ ഇത്തരത്തിലുള്ള വിവാദത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഒപ്പം കൽപ്പറ്റ MLA ടി സിദ്ദിഖ് എന്നിവർക്കെതിരെയാണ് സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ചുരം കയറി വന്ന MLA കോൺഗ്രസ് പ്രവർത്തകരെ കൊന്നു തിന്നാനായി DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ചുരം കയറി MLAയുമായി കൂട്ടുനിൽക്കുന്നു. ഈ DCC പ്രസിഡന്റിനെ പുറത്താക്കുക, കോൺഗ്രസിനെ രക്ഷിക്കുക, അതുപോലെ തന്നെ NM വിജയന്റെയും മകന്റെയും ബോഡിക്ക് മുൻപിൽ നിങ്ങൾ വിതുമ്പിയ കണ്ണുനീര് കോൺഗ്രസ് പ്രവർത്തകരുടെ ശാപമാണ് എന്നിങ്ങനെ വലിയ വിമർശനങ്ങളാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ DCC പ്രസിഡന്റ് ND അപ്പച്ചനെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള രീതിയിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം കൽപ്പറ്റ MLA ടി സിദ്ദിഖിനെതിരെയും ഉള്ള പരാമർശങ്ങൾ ഈ പോസ്റ്ററിലുണ്ട്. കഴിഞ്ഞ ദിവസം ഈ DCC യോഗത്തിൽ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട DCCയിലെ അംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിവാദമായ പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ വയനാട് MP പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തി പലയിടങ്ങളിൽ സന്ദർശിച്ചു. കടുവ ആക്രമണത്തിൽ നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ മടങ്ങാം.